നിങ്ങൾ അറിഞ്ഞോ ഒറ്റപ്പാലത്ത് ഇങ്ങനെ ലൈവ് ആയിട്ട് നിൽക്കാൻ ലൈവ് 7 സൂപ്പർ മാർക്കറ്റ് നിങ്ങൾക്കായി ഓപ്പൺ ആയിരിക്കുന്നു. ഒറ്റപ്പാലം നഗരസഭയുടെ കെടുകാര്യസ്ഥതയിൽ പ്രതിഷേധിച്ച് മുസ്ലിം ലീഗ് ഒറ്റപ്പാലം നഗരസഭാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് പി അൻവർ സാദത്ത് സമരം ഉദ്ഘാടനം ചെയ്തു. ഒറ്റപ്പാലം നഗരസഭയുടെ നിലവിലെ ഭരണസമിതി പദ്ധതി നിർവഹണം, തെരുവുനായകളുടെ നിയന്ത്രണം, തെരുവുവിളക്കുകളുടെ പരിപാലനം, വ്യക്തിഗത ആനുകൂല്യം, ഭവന നിർമ്മാണ പദ്ധതി തുടങ്ങിയ എല്ലാ മേഖലകളിലും പരാജയപ്പെട്ടു. ലഭ്യമായ വരുമാന സ്രോതസ്സുകളെ ഉപയോഗിക്കാൻ പോലും കഴിയാത്ത ഭരണസമിതിയാണ് തുടങ്ങിയ കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ടാണ് ഒറ്റപ്പാലം നഗരസഭ മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. നഗരസഭാ ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ സമരം മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് പി അൻവർ സാദത്ത് ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും അടിസ്ഥാനപരമായ ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നഗരസഭാ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഒറ്റപ്പാലം നഗരസഭയിലേക്ക് ഈ മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. കാലവർഷം എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും മോശമല്ലാത്ത തരത്തിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. റോഡും നഗരവുമൊക്കെ കേരളത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേന്ദ്രത്തിൻ്റെ പദ്ധതികൾ വരുമ്പോൾ അത് തങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് അതിൻ്റെ മുമ്പിൽ നിന്ന് റീലിടുകയും ആ പദ്ധതികൾ നടത്തിയിട്ടുള്ള അഴിമതിയുടെ ഫലമായി ആ പദ്ധതികൾ വെള്ളത്തിനടിയിലേക്ക് ആണ്ടുപോകുമ്പോൾ ഞങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്ന് പറയുകയും ചെയ്യുന്ന നാണം കെട്ട ഒരു മന്ത്രിസഭ കേരളത്തിനകത്തുണ്ട്. നേരത്തെ ഇവിടെ ജലീൽ സംസാരിച്ചു കൊണ്ടിരുന്ന ഓരോ വിഷയങ്ങളും ഇടതുപക്ഷത്തിൻ്റെ ഈ നഗരസഭ ഭരണവുമായി കേന്ദ്രീകരിച്ചു നിൽക്കുന്നതാണ്. മുസ്ലിം ലീഗ് ഒറ്റപ്പാലം നഗരസഭാ കമ്മിറ്റി പ്രസിഡന്റ് PMA ജലീൽ അധ്യക്ഷത വഹിച്ചു. മരണപ്പെട്ടപ്പോ മൃഗസംരക്ഷണ വകുപ്പ് ഒറ്റപ്പാലം നഗരസഭ സെക്രട്ടറിക്കും ചെയർപേഴ്സണും കത്ത് നൽകി. ആ കത്തിൽ സൂചിപ്പിച്ചത് തെരുവുനായയുടെ കടിച്ച തെരുവുനായ മരണപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ പേവിഷബാധയാണ് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ പ്രദേശത്തെ എല്ലാ തെരുവുനായകൾക്കും ആ തെരുവുനായ അലഞ്ഞ എല്ലാ ഭാഗങ്ങളിലെ നായകൾക്കും പ്രതിരോധ കുത്തിവയ്പ്പ് എത്രയും പെട്ടെന്ന് നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മൃഗസംരക്ഷണ വകുപ്പ് കത്ത് നൽകിയത്. എന്നാൽ ആ കത്ത് ഒരു മാസത്തോളം പൂഴ്ത്തിവെച്ചു. ആര്? നഗരസഭാ ചെയർപേഴ്സണും ബന്ധപ്പെട്ടവരും അത് പൂഴ്ത്തിവെക്കുകയായി. അങ്ങനെ പൂഴ്ത്തിവെച്ച കത്തിനെ കുറിച്ച് താലൂക്ക് വികസന സമിതി യോഗത്തിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടു, എവിടെയാണ് കത്ത് എന്ന് ആവശ്യപ്പെട്ടപ്പോൾ ചെയർപേഴ്സൺ പറഞ്ഞത് കഴിഞ്ഞ ദിവസമല്ല കത്ത് കിട്ടിയത് എന്നതാണ്. PP കാസിം, DCC ജനറൽ സെക്രട്ടറി സത്യൻ പെരുമ്പറക്കോട്, ഷെരീഫ്, മുഹമ്മദ് ഫാറൂഖ്, ഫിറോസ്, സൈദലവി, മുഹമ്മദ് ഷമീർ, നഗരസഭാ കൗൺസിലർമാരായ ഫൗസിയ, ഹനീഫ, ആമിന സമീർ, നുസ്രത്ത് തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു.